ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണാനിരിക്കെ ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ CPM-ന്റെ തീവ്ര ശ്രമം. ജോസ് കെ മാണിയുമായി ഫോണിൽ സംസാരിച്ചു മന്ത്രി VN വാസവൻ. ഒപ്പം നിൽക്കണമെന്ന CPM ആവശ്യം ജോസ് കെ മാണി അറിയിച്ചു. സന്നിധാനത്ത് നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇന്ന് വൈകുന്നേരം തന്നെ ഒരുപക്ഷേ VN വാസവൻ ജോസ് കെ മാണിയെ നേരിട്ട് കണ്ടേക്കും. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഒപ്പം നിൽക്കണം എന്നുള്ള CPM വിവരം VN വാസവൻ വഴി ജോസ് കെ മാണി അറിയിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ CPM നേതാവ് മന്ത്രി കൂടിയായ VN വാസവനോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ജോസ് കെ മാണി ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ മുന്നണി മാറ്റമില്ല എന്ന നിലപാടായിരിക്കും പരസ്യമായിട്ട് എടുക്കുക. ഇപ്പോൾ CPM അനുനയ നീക്കം തീവ്രമാക്കിയോ? അരുൺകുമാർ, ജോസ് കെ മാണിയെ LDF-ൽ ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നീക്കത്തിന് ചുക്കാൻ പിടിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ VN വാസവന് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സന്നിധാനത്തുള്ള ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവൻ ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. പക്ഷെ ഒരു സുദീർഘമായ സംസാരം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നണിയിൽ ഉറച്ചു നിൽക്കണം എന്ന CPIM-ന്റെ നിലപാട് VN വാസവൻ ജോസ് കെ മാണിയെ അറിയിക്കുകയായിരുന്നു. ഒപ്പം നേരിൽ കണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്നൊരു കാര്യം കൂടി ജോസ് കെ മാണിയോട് VN വാസവൻ പറഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ മറ്റ് 1-2 മുതിർന്ന നേതാക്കൾ കൂടി ഒരുപക്ഷെ ജോസ് കെ മാണിയുമായി സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഏത് വിധേനയും മുന്നണിയിൽ ജോസ് കെ മാണിയെ ഉറപ്പിച്ചു നിർത്തുക എന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് നൽകി. പക്ഷേ അവസാനം കുറ്റ്യാടി സീറ്റ് തിരിച്ചെടുത്തു. ആ കുറ്റ്യാടി സീറ്റ് ഇത്തവണ വേണം എന്നതാണ് ജോസ് കെ മാണിയുടെ ആവശ്യം. അതായത് 13 സീറ്റ് വേണം എന്നതാണ് ആവശ്യം. അതിൽ കുറ്റ്യാടി നൽകാൻ കഴിയില്ലെങ്കിൽ മറ്റൊരു സീറ്റ് 13 എന്നത് ഇത്തവണ നൽകാൻ പറ്റും എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അങ്ങനെ ആ 13-ൽ ഉറപ്പിച്ച് ജോസ് കെ മാണിയെ നിർത്താൻ കഴിയുമോ എന്ന ശ്രമം നടത്തുന്നു. അതാണ് ഇപ്പോൾ VN വാസവൻ ഫോൺ വിളിച്ചതിലൂടെ ഉണ്ടായത്. എന്തായാലും 11:30 ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുമ്പോൾ LDF-ൽ നിന്ന് വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സൂചന നൽകുന്ന പരാമർശം പോലും ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം റോഷി അഗസ്റ്റിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ 3 വഴിയിൽ നടക്കുന്നുണ്ട്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും. ഈ വാർത്തകൾ തള്ളും. ഇത് അഭ്യൂഹം മാത്രമാണെന്ന് പറയും. അടിസ്ഥാനരഹിതമാണ്. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജോസ് കെ മാണി അല്പസമയത്തിനുള്ളിൽ പറയും.